ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ വാസസ്ഥലമായ അരയാൽ വൃക്ഷരാജാവ് എന്നറിയപ്പെടുന്നു. ബോധിവൃക്ഷം അറിവുള്ള മരവും മോക്ഷവൃക്ഷവുമായി കണക്കാക്കി ആരാധിച്ചു വരുന്നത് ദേവതമാർ കുടികൊള്ളുന്നതുകൊണ്ടും പ്രാണോർജ പ്രവാഹിയുമായതിനാലാണ്. ശനിയാഴ്ചകളിൽ അരയാലിൽ ലക്ഷ്മി പ്രവാഹം കുടികൊള്ളുന്നതിനാൽ ആ ഒരു ദിവസം മാത്രമേ അരയാലിനെ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പുരാണങ്ങൾ പറയുന്നു. ശ്രാവണ മാസ ശനികളിൽ പ്രത്യേകിച്ച് എല്ലാവരും അരയാലിനെ പ്രദക്ഷിണം ചെയ്ത് തൊട്ട് തലയിൽ വെക്കുകയും അരയാലിനെ സ്തുതിക്കുന്ന ശ്ലോകം ചെല്ലുകയും ചെയ്യുന്നത് പുണ്യമായി കരുതുന്നു. അരയാൽ പ്രദക്ഷിണം 7 ആണെങ്കിലും സ്ത്രീകൾ ഈ വൃക്ഷത്തെ ദിവസവും 1000 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചാൽ സകല പാപങ്ങളും തീരുമെന്ന് വിശ്വാസം. സൂര്യൻ ഉദിച്ച ശേഷം കുളിച്ച് ഈറനോടെ 108 പ്രാവശ്യം വെച്ച് ഒരു മണ്ഡലകാലം പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ബോധോദയം ചെയ്ത് ശ്രീബുദ്ധൻ ധ്യാനത്തിൽ മുഴുകിയത് ഈ വൃക്ഷഛായയിൽ ഇരുന്നാണ്. അരയാൽ നട്ടവന്റെ അരയോളം എത്തുമ്പോൾ നട്ടയാൾ മരണപ്പെടുമെന്ന നാട്ടുമനസ്സിന്റെ ഭയം കാരണം പ്രായമായ ചിലർ മാത്രമേ അരയാൽ നടാൻ മുതിരാറുള്ളൂ. ചൂടുകാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും ഈ വൃക്ഷം പ്രദാനം ചെയ്യുന്നു. ഈ പ്രാണപ്രവാഹം ഇതിനു ചുറ്റും പരിവേഷം എന്നതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് അരയാൽ ചുവട്ടിൽ വിശ്രമിക്കുന്ന ആൾക്ക് ദാഹമോ വിശപ്പോ അറിയാത്തതും കൂടുതൽ ഉന്മേഷം ലഭിക്കുന്നതും. അന്തരീക്ഷ ശുദ്ധീകരണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വൃക്ഷമാണ് അരയാൽ. പൂയം നക്ഷത്രത്തിന്റെ നക്ഷത്ര വൃക്ഷമാണ് അരയാൽ. അത്തി, നാൽപ്പാമരത്തിൽ ഇത്തി, അരയാൽ, പേരാൽ, കല്ലാൽ ഇവയുടെ തൊലി ചേർന്നതിന് പഞ്ചവൽക്കങ്ങൾ എന്ന് പറയുന്നു. ഇവ ചേർത്തുണ്ടാക്കുന്ന കഷായം സ്ത്രീരോഗങ്ങൾക്ക് ഫലപ്രദമായി കണക്കാക്കുന്നു. താന്ത്രിക ചടങ്ങുകളിൽ ശുദ്ധി ചടങ്ങ് നടത്താൻ ഓരോ ദേവരും ഉപയോഗിക്കുന്ന അരയാലിന്റെ കായ, വേര്, തൊലി, മൊട്ട് എന്നിവയെല്ലാം ഔഷധ പ്രാധാന്യമുള്ളവയാണ്. പ്രമേഹം, ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾക്കെല്ലാം ഇവ ഔഷധമായും ഉപയോഗിക്കുന്നു. ക്ഷേത്രങ്ങളും അരയാൽ തറകളുമുള്ള ഗ്രാമവിശുദ്ധി എന്നും നിലനിൽക്കേണ്ടതാണ്. പുണ്യവൃക്ഷമായ അരയാലിന് നാമകരണം, അന്നപ്രാശനം, ഉപനയനം, വിവാഹം മുതലായ എല്ലാ കർമ്മങ്ങളും പഴയകാലത്ത് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച് ഈ വൃക്ഷത്തിന് മാഹാത്മ്യം ഏറുന്നു.